സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ അല്ലെങ്കിൽ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കാറുണ്ട്. ശരിക്കും കുരിശിന് മഹത്വം ലഭിച്ചത് വെള്ളിയാഴ്ചയാണ്. പിന്നെ എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 14 കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കാവുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, ക്രിസ്തു മരണപ്പെട്ട കുരിശ് ഏതാണ്ട് AD 326 ഹെലന രാജ്ഞി വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോയപ്പോൾ ജെറൂസലേമിൽ നിന്ന് കണ്ടുകിട്ടി എന്ന ഒരു ചരിത്രമുണ്ട്. ഇത് കണ്ടുകിട്ടി ഏകദേശം ഒരു 9 വർഷത്തോളം അതിങ്ങനെ വെറുതെ ആരാധനയ്ക്കായി സൂക്ഷിച്ചു. അതിനുശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വലിയ ഒരു ദൈവാലയം സ്ഥാപിച്ച് ആ ദൈവാലയം കൂദാശ ചെയ്യപ്പെട്ടത് സെപ്റ്റംബർ 13 ആ കൂദാശ ചെയ്യപ്പെട്ട ദൈവാലയത്തിലേക്ക് സെപ്റ്റംബർ 14 ഈ കർത്താവ് മരണപ്പെട്ട ആ വലിയ കുരിശ് പരസ്യ വണക്കത്തിനായിട്ട് സ്ഥാപിച്ചു എന്ന് പറയും. അതിനുശേഷം എല്ലാ വർഷവും സെപ്റ്റംബർ 14 കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കാം. പ്രിയമുള്ളവരെ, കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോ ദുഃഖവെള്ളിയാഴ്ച ബന്ധനസ്ഥനായ സമയം എന്ന് പറയുന്നത് വെളുപ്പിന് 3 മണിക്കാണ്. യൂദാസ് ചുംബനത്തിൻ്റെ പെരുനൊമ്പരം നൽകി യേശുവിനെ ഒറ്റിക്കൊടുത്തത്. 6 മണിക്കൂർ നീണ്ടു നിന്ന വിചാരണ, 3 മണിക്കൂർ ദൈർഘ്യമുള്ള കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര അവസാനിക്കുന്നത് 12 മണിക്കാണ്. 12 മണി തുടങ്ങി 3 മണി വരെ ഈശോ കുരിശിൽ കിടന്നു. 3 മണിക്ക് ഈശോയുടെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. നീണ്ട 3 മണിക്കൂർ അവൻ ഈ കുരിശും വഹിച്ചുകൊണ്ട് യാത്ര നടത്തി. അതിനുശേഷം ഗാഗുൽത്ത മലയിലെത്തിയപ്പോൾ ഈ കുരിശ് നമുക്ക് ചിന്തിക്കാമല്ലോ, ഈ കുരിശ് ഈശോയോട് പറഞ്ഞിട്ടുണ്ടാകും, ഈശോയെ 3 മണിക്കൂർ നീ എന്നെ വഹിച്ചു, ഞാൻ ഒട്ടും ബുദ്ധിമുട്ടുമില്ലാതെ ഈ മല മുഴുവനും കയറി വന്നു. ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ മലയുടെ മുകളിലേക്ക് കയറാൻ സാധിച്ചു. നീ എനിക്ക് വേണ്ടി 3 മണിക്കൂർ എന്നെ എടുത്തതുപോലെ അടുത്ത 3 മണിക്കൂർ ഞാൻ നിന്നെ എടുക്കട്ടെ. അങ്ങനെ പിന്നത്തെ 3 മണിക്കൂർ 12 മണി മുതൽ 3 മണി വരെ കുരിശ് ഈശോയെ എടുത്തു. കുരിശ് ഈശോയെ എടുത്തപ്പോൾ ആ കുരിശിന് മാറ്റം വന്നു എന്ന് പറയും. വെറും 3 മണിക്കൂർ കൊണ്ട് ശിക്ഷയുടെ മരണത്തിൻ്റെ പ്രതീകമായ കുരിശ് രക്ഷയുടെ ഉത്ഥാനത്തിൻ്റെ പ്രതീകമായിട്ട് മാറാം. അതുകൊണ്ട് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, വെറും 3 മണിക്കൂർ മാത്രം കുരിശ് ഈശോയെ വഹിച്ചപ്പോൾ കുരിശ് അടിമുടി മാറി എന്ന് പറയും. 3 മണിക്കൂറല്ല, എത്രയോ വർഷങ്ങളായി നാം ഈശോയെ വഹിക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് അടിമുടി ഒരു മാറ്റം സംഭവിക്കാത്തത്? യഥാർത്ഥത്തിൽ ഈശോയെ നാം വഹിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാത്തത്.